ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടാറോട്ട് ലവ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മൂന്നാമത്തെ ചാനലാണിത്. ഓക്കെ ഓക്കെ അപ്പം നമ്മൾ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള തടസ്സങ്ങളെ നീക്കിക്കൊണ്ട് ഈ വ്യക്തി നിങ്ങളിലേക്ക് ഇതാ വരുന്നു. തീർച്ചയായിട്ടും ഈ റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ പേഴ്സണായിട്ട് വളരെയധികം സെപ്പറേഷൻ പീരീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് പറഞ്ഞു തീർക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ വ്യക്തി എവിടെയാണെന്നോ, ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നോ, എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു ബന്ധം പോയിക്കൊണ്ടിരിക്കണേണെന്നോ അങ്ങനെയൊന്നും നിങ്ങൾക്കൊരു ധാരണയില്ല. ഒരു ഗൈഡൻസ് കിട്ടാണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഗൈഡൻസും കൂടിയാണ് നമ്മൾ ഇന്നിവിടെ പറയാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയും കൂടി ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പർ ഞാനിവിടെ സ്ക്രീനിൽ എവിടെയെങ്കിലും കൊടുക്കാം. ഓക്കെ, അപ്പോൾ സ്ക്രീനിൽ എവിടെയെങ്കിലും കൊടുക്കാം. അപ്പോൾ ആ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് അവിടെ പറയുന്നതായിരിക്കും. പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പർ. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിംഗ് നോക്കാം. ഓക്കെ, തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ഒരുപക്ഷെ നിങ്ങളെക്കാൾ ഉപരി ഈ വ്യക്തിക്കാണ് ഒരുപാട് തടസ്സങ്ങൾ ഉള്ളതായിട്ട് കാണിക്കുന്നത്. ഒരുപാട് തടസ്സങ്ങളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഈ വ്യക്തിയുടെ വീട്ടുകാരാണ് വളരെയധികം എന്താ പറയുക കടിഞ്ഞാണിട്ട് വെച്ചിരിക്കുന്നത്. അതായത് ഈ പേഴ്സൺ എങ്ങോട്ടും വിടാതെ, എങ്ങോട്ടും പോകാതെ, നിങ്ങളിലേക്ക് പോലും വരുത്തിപ്പിക്കാതെ വളരെയധികം കടിഞ്ഞാണിട്ട് വെച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാം. യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു സെപ്പറേഷൻ പീരീഡിൽ കരഞ്ഞ് വിഷമിച്ച് അല്ലെങ്കിൽ അലമുറയിട്ട് കരഞ്ഞ് മറ്റുള്ളവരോട് പരാതികൾ പറഞ്ഞ് നടന്ന് വിഷമിച്ചിരിക്കാനല്ല പറയുന്നത്. പകരം നിങ്ങൾ മെഡിറ്റേഷനിലേക്കും മറ്റ് സ്പിരിച്വൽ പ്രാക്ടീസസിലേക്കും പോകാനാണ് പറയുന്നത്. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി റീസ്റ്റോർ ആവുകയും, അതായത് നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള എനർജി വീണ്ടെടുക്കാൻ സാധിക്കുകയും, അതിലൂടെ നിങ്ങൾക്ക് ഊർജം വരികയും, നിങ്ങളുടെ ഓറ ക്ലിയർ ആവുകയും പവർഫുൾ ആവുകയും, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റുമെന്നാണ് കാണിക്കുന്നത്. സോ നിങ്ങൾ ഫുൾ ടൈം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വിഷമിച്ചിരിക്കുകയാണെങ്കിൽ ആ ഒരു സാഹചര്യത്തിനോട് ഗുഡ് ബൈ പറയുക. അതിനുശേഷം നിങ്ങളുടെ ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, കാരണം അത് മറ്റാർക്കും വേണ്ടിയിട്ടല്ല, അത് നിങ്ങൾക്കും നിങ്ങൾ പ്രാണന് തുല്യം സ്നേഹിക്കുന്ന ഈ വ്യക്തിക്കും വേണ്ടിയിട്ട് തന്നെയാണ്. ഇവിടെ ഇപ്പോൾ ഈ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളെക്കാൾ എനർജിയുള്ള വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് എത്ര പ്രതിസന്ധികളും തടസ്സങ്ങളും വന്നിട്ട് ഈ പേഴ്സൺ അതെല്ലാം തരണം ചെയ്ത് നിൽക്കുന്നത്. ഇവിടെ കംപ്ലീറ്റ്ലി ഈ പേഴ്സന്റെ വീട്ടുകാര് ഈ പേഴ്സനെ നിങ്ങളിൽ നിന്നും എന്ത് തന്ത്രം ഉപയോഗിച്ചാലും ഏത് വിധേനയും എന്താണ് നിങ്ങളിൽ നിന്നും അകറ്റാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സണെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഈ പേഴ്സൺ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ അവർ ശ്രദ്ധിക്കുന്നുണ്ട്, തലയിടുന്നുണ്ട്. കംപ്ലീറ്റ്ലി ഈ വ്യക്തിയെ ഒരു കൂട്ടിലടച്ച കിളിയെ പോലെ ചെയ്യിപ്പിക്കുകയാണ്. പക്ഷെ ഈ വ്യക്തി എന്തൊക്കെയോ ആക്ഷൻ എടുക്കാൻ പോകുന്നുണ്ട്. ഇവിടെ വീട് വിട്ടിറങ്ങുന്നതായിട്ടും, അതായത് ഏതൊരു സാഹചര്യമാണോ ഈ വ്യക്തിയെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ വ്യക്തിയെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും തടസ്സപ്പെടുത്തുന്നത് എന്ത് കാര്യങ്ങളാണോ അവരെല്ലാവരെയും ഈ വ്യക്തി കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, അവോയ്ഡ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് പറയാനാണെങ്കിൽ ഈ പേഴ്സണ് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാനും മെച്യൂരിറ്റി, വിവരം, വിദ്യാഭ്യാസം, മനഃശക്തി എല്ലാം തന്നെയുണ്ട്. ഒരുപക്ഷെ നല്ലൊരു ജോലിയും കൂലിയും ഒക്കെ ഉള്ള വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ വീട്ടുകാരുടെ ഇഷ്ടത്തിന് വഴങ്ങി അല്ലെങ്കിൽ അതുപോലെ പോകണം എന്നുള്ള ഒരു പിടിവാശി ഇവിടെ തേർഡ് പാർട്ടിയിൽ നിന്നും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും
ഈ പേഴ്സൺ ആദ്യമൊക്കെ അവരുടെ ആ ഒരു വാശിയുടെ മുന്നിൽ ചിലപ്പോൾ താഴ്ന്നു കൊടുത്തിട്ടുണ്ടാകാം, കീഴ്പ്പെട്ടിട്ടുണ്ടാകാം. പക്ഷെ പിന്നീട് ഈ വ്യക്തി ആഗ്രഹിച്ചു, അല്ലെങ്കിൽ ഈ വ്യക്തി വിചാരിച്ചു, എന്താന്ന് വെച്ചാൽ ഈ വ്യക്തിയുടെ മനസ്സിന്റെ സന്തോഷമാണ് ഈ വ്യക്തിക്ക് ഏറ്റവും വലുത്. അത് മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കേണ്ട ആവശ്യമില്ല എന്നുള്ള തിരിച്ചറിവിലേക്ക് ഈ വ്യക്തി വന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ ഇവിടെ കംപ്ലീറ്റ്ലി നമുക്ക് പറയാനായിട്ട് ദ ചാരിയറ്റ് എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. പുതിയ തീരുമാനങ്ങളായിട്ട് ഈ വ്യക്തി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ ഈ വ്യക്തിയെ തടസ്സപ്പെടുത്തുന്ന സാഹചര്യം ഏതാണോ അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനല്ല ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്, പകരം അതുമായിട്ട് ഫൈറ്റ് ചെയ്ത് അതിനെ പുറത്താക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ വ്യക്തിക്ക് ഓൾറെഡി എനർജി ഉണ്ട്, പക്ഷെ നിങ്ങളുടെ എനർജി ലോ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അത് മെച്ചപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ്, ധാരാളം വെള്ളം കുടിക്കണം. ധാരാളം വെള്ളം നിങ്ങൾ കുടിച്ചേ പറ്റൂ. വാട്ടർ കൺസ്യൂം ചെയ്യണം. യിങ് യാങ് എനർജി ബാലൻസ് ആയിട്ട് വരണം. ഓക്കെ. അതുപോലെ ഈ പേഴ്സൺ ആക്ഷൻ എടുക്കുമ്പോൾ അതിൻ്റെ ഒപ്പം എന്താ പറയാ, ഏഞ്ചൽസ് വളരെയധികം ബ്ലെസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ. ഏഞ്ചൽ ഓഫ് സ്ട്രെങ്ത് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ഒരുപാട് ഏഞ്ചൽ നമ്പേഴ്സ് ഒക്കെ കാണുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന പല കാര്യങ്ങളും അത് എന്താണോ, ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു ചോദ്യം മനസ്സിൽ വിചാരിക്കുകയാണെങ്കിൽ ആ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടും. അത് ഈ യൂണിവേഴ്സ് തരുന്നതാണ്. ദാറ്റ് മീൻസ് ദേ ആർ ഹെൽപ്പിംഗ് യു, ദേ ആർ ഗൈഡിങ് യു. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ട്. അവരോട് നിങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം, ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. ഓക്കെ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം തീർച്ചയായിട്ടും ഈ പേഴ്സൺ എല്ലാ തടസ്സങ്ങളും നീക്കിക്കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഈ വ്യക്തി തയ്യാറായി കഴിഞ്ഞു എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിഞ്ഞ വ്യക്തികളാണെങ്കിൽ, അതായത് ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ആണെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങളൊരു സെപ്പറേഷൻ പീരീഡിലൊക്കെ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സാന്നിധ്യം കാരണം നിങ്ങൾക്ക് മുന്നോട്ട് ജീവിച്ചു പോകാൻ പറ്റുന്നില്ല, തടസ്സങ്ങളാണ്, പ്രശ്നങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും എന്താ പറയുക, നിങ്ങളായിട്ട് ഒരുമിച്ച് ജീവിക്കണം. കുട്ടികളുടെ എനർജി നമുക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്, കുട്ടികളുടെ എനർജി. അപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി കുട്ടികൾ ഉണ്ടാകാം. ഇനി കുട്ടികളില്ലാത്ത ആൾക്കാരാണെങ്കിൽ കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നാലും, അതായത് കുറച്ച് എന്താണ് കാത്തു നിൽക്കേണ്ടി വന്നാലും എന്താണ് ദൈവികമായിട്ടുള്ള സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നാണ് ഈ വ്യക്തി വിശ്വസിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളും അതായത് വെയിറ്റ് ചെയ്യേണ്ടി വന്നാലും വിശ്വസിക്കുന്ന എന്താന്ന് വെച്ചാൽ അത് കൃത്യസമയത്ത് എൻ്റെ കൈകളിലേക്ക് എത്തിക്കോളും എന്നാണ് ഈ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ആൻഡ് ഓൾസോ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങളോട് മര്യാദക്ക് മിണ്ടാൻ പോലും പറ്റാത്ത അവസ്ഥയായിരിക്കാം. പക്ഷേ ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് അതിന് പറ്റിയ സാഹചര്യങ്ങൾ വരും എന്നാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം വരുമ്പോൾ എന്താണ്, മാക്സിമം എക്സ്പ്ലോർ ചെയ്യാം എന്നാണ് ഈ പേഴ്സൺ സന്തോഷത്തോടെ ചിന്തിക്കുന്നത്, നിങ്ങളോട് പറയാനും ആഗ്രഹിക്കുന്നത്. ഓക്കെ. അതുപോലെ ഇറ്റ് ഈസ് സേഫ് യു ടു ലവ് എന്നാണ്. അതായത് നിങ്ങൾക്ക് ഈ വ്യക്തിയായിട്ടുള്ള ബന്ധം, ഈ വ്യക്തിയായിട്ടുള്ള സ്നേഹം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി സേഫ് ആണെന്നാണ് കാണിക്കുന്നത്. കാരണം ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് സ്നേഹം മാത്രമല്ല കിട്ടാൻ പോകുന്നത്, സംരക്ഷണം, കെയറിങ്, ഒരു അച്ഛൻ്റെ സ്നേഹം, അല്ലെങ്കിൽ ഇപ്പോൾ ഇത് കാമുകയാണെങ്കിൽ ഒരു അമ്മയുടെ സ്നേഹം, അങ്ങനെ എല്ലാം കൊണ്ടും വർത്തായിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു സ്നേഹമായിട്ടാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ ഈ പേഴ്സന്റെ ഹൈ എനർജിയാണ്. സോ നിങ്ങൾക്കും ഈ വ്യക്തിയിൽ നിന്നും എനർജി കിട്ടുന്നുണ്ട് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ. ഇത്രയാണ് നമുക്ക് ലവ് മെസ്സേജ് ആയിട്ട്, ഏഞ്ചൽ മെസ്സേജ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. വളരെ നല്ല മെസ്സേജസ് ആണ്. തീർച്ചയായിട്ടും ഏഞ്ചൽസ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സപ്പോർട്ട് കൂട്ടി കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നന്നായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുക, നന്നായിട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നന്നായിട്ട് വാട്ടർ കൺസ്യൂം ചെയ്യുക, മെഡിറ്റേഷൻ, സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്യുക. ഓക്കെ. ഇഷ്ടദൈവത്തെ ആരാധിക്കുക. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. സോ ചാനൽ ഇഷ്ടപ്പെട്ട സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.